നമസ്കാരം. അങ്ങനെ ന്യൂസിലൻഡുമായിട്ടുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, നമ്മുടെ കിങ് കോഹ്ലിയുടെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. 28,000 റൺസ് പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ടെണ്ടുൽക്കറിന്റെ തൊട്ട് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കിങ് കോഹ്ലിയുടെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമെങ്കിലും കോഹ്ലി സൂപ്പറായിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ അവൻ ഇപ്പൊ വേറെ ലെവലിലാണ് കളിക്കുന്നത്. കോഹ്ലി ഇപ്പൊ കളിക്കുന്നത് പഴയ ആദ്യകാലങ്ങളിലെ കോഹ്ലി എങ്ങനെയായിരുന്നു ആ ലെവലിലായിരുന്നു കോഹ്ലിയുടെ ആ ബാറ്റിംഗ്. കോഹ്ലി ആയിക്കോട്ടെ, അതുപോലെ തന്നെയാണ് നമ്മുടെ മാടൻ രോഹിത് ശർമ്മ, രണ്ടുപേരും കിടിലം ടച്ചിലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു, അവർക്ക് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല. മറ്റവന് എന്ത് ചെയ്യാം, 30 റൺസ് അടിച്ചപ്പോൾ തന്നെ ഔട്ട് ആവേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന് മറ്റൊരു കേസ് പറയാനുള്ളത്, പൂ പോലെ പുഷ്പം പോലെ ജയിക്കാനുള്ള കളിയായിരുന്നു. കൊണ്ടിട്ട് ടെൻഷൻ കയറ്റി 2-3 വിക്കറ്റ് ടപ 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 എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്തോന്നടേ ഇത്? അല്ല, ഈ പറയുന്ന നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ഇവൻ ബോൾ അടിച്ചിട്ട് എന്തോ ഓടാത്തത് എനിക്ക് മനസ്സിലാവില്ല. പൊക്കി അടിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെന്ന് അതെനിക്ക് മനസ്സിലായില്ല. 2-3 റൺസ് ചുമ്മാ ഒരു ലാസ്റ്റ് 3 ഓവറിൽ കൊട്ട് റണ്ണ് സിംഗിള് 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 സിംഗിള്. ആ ഹർഷിത് റാണ വന്നിട്ട് 2-3 അടി അടിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും ടൈറ്റ് ആകുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ രാഹുൽ അവസാനം വന്ന് പ്രാന്തായി ലാസ്റ്റ് 3 ബോളിൽ 14 റൺസ് അടിച്ചാണ് കളി ജയിച്ചത്. ലാസ്റ്റ് ഒരു ഓവർ നിൽക്കെ ഇന്ത്യ കളി ജയിച്ചു. 4 വിക്കറ്റിന്റെ ജയം. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത ന്യൂസിലൻഡിന് ഇന്ത്യക്ക് ടോസ് കിട്ടി, ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുത്തു. ഓക്കെ, ന്യൂസിലൻഡിന് ബാറ്റിങ്ങിന് വിട്ടു. അവന്മാര് 300 റൺസ് അടിച്ചു. മനസ്സിലായോ? 50 ഓവറിൽ 300 റൺസ് അടിച്ചു, 8 വിക്കറ്റുകൾ നഷ്ടത്തിൽ. അത് അവന്മാരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൂപ്പർ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു. ഏതാണ്ട് 117 റൺസിലാണ് ആദ്യത്തെ വിക്കറ്റ് പോകുന്നത്. മനസ്സിലായോ? അവന്മാര് കോൺവേ 56 റൺസ് അടിച്ചു, 67 ബോളിൽ നിന്ന് 1 വിക്കറ്റ് എടുത്തു. പിന്നീട് അവന്മാരുടെ ഓപ്പണിംഗ് തന്നെ നിച്ചോളസ്, അവൻ 62 റൺസ് അടിച്ചു, 69 ബോളിൽ നിന്നു. പിന്നെ അങ്ങോട്ട് വന്നത് ഈ മിച്ചൽ ഉണ്ടല്ലോ, ഡാനിയൽ മിച്ചൽ. അവൻ എപ്പോഴും ഇന്ത്യക്കെതിരെയാണെങ്കിൽ എപ്പോഴും തൂക്കി പുറകിട്ട് അടിക്കുന്നതാണ്. അവന്റെ ആ ഒരു അടിയിൽ നിന്നാണ് ഈ 300 റൺസ് വരെ എത്തിയതെന്ന് ഓർക്കണം. 84 റൺസ് അടിച്ചു, 71 ബോളുകൾ നേരിട്ട് കൊണ്ട് 84 റൺസ് ഈ പറയുന്ന നമ്മുടെ മിച്ചൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വലുതായിട്ട് ആരും പിന്നെ അടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ബൗളിംഗ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിറാജിന്റെ മടങ്ങി വരവായിരുന്നല്ലോ. സിറാജ് നല്ല രീതിയിൽ ബൗൾ ചെയ്തിട്ടുണ്ട്. 8 ഓവറേ എറിഞ്ഞുള്ളൂ എങ്കിലും 40 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ഓക്കെ, റാണയ്ക്ക് 2 വിക്കറ്റ് കിട്ടി, 65 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. സുന്ദറിന് വിക്കറ്റ് ഇല്ല. പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക്. പ്രസിദ്ധ് കൃഷ്ണ അവസാനമൊക്കെ കൊണ്ട് ലാസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നല്ല അടി വാങ്ങി എന്നുള്ളതാണ്. പിന്നീട് കുൽദീപ് യാദവിന് 1 വിക്കറ്റ് കിട്ടി. ജഡേജയ്ക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ജഡേജ വേസ്റ്റായി വരുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട്. ഓക്കെ, ഇതായിരുന്നു അവന്മാരുടെ. അങ്ങനെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി 60 റൺസ് 300 റൺസ് ആണ്. അപ്പം 6 വെച്ച് വേണമായിരുന്നു. രോഹിത് ശർമ്മയും ശുഭം ഗില്ലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രോഹിത് ശർമ്മ 29 ബോളിൽ നിന്ന് 26 റൺസ്, 2 സിക്സും 3 ഫോറുകളും അടിച്ചു കേട്ടോ. രോഹിത് ശർമ്മ ആദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് കൊട്ടിക്കൊണ്ടിരിക്കില്ല, അവൻ അടിക്കാനുള്ള അടി അടിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്. പക്ഷെ നല്ല ടച്ചിലായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ശുഭം ഗില്ലെ ഇന്നും ഞാൻ പറയുന്നത്, ഗില്ലെ നിനക്ക് ഇതേ പറ്റുള്ളൂ കേട്ടോ. ഗില്ലിന്റെ കേസ് പറയണേ, ഇതുപോലെ കൊട്ടി 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 കുറച്ചു നേരമൊക്കെ നിന്ന് കുറച്ച് ഫോം ആവുമ്പോൾ അടിക്കും എന്നുള്ളതാണ്. അവൻ അടിച്ചു കളിച്ച നല്ല രസമാണ് അവന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് സൂട്ടബിൾ ആയിട്ടുള്ള സാധനം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒണ്ടേ തന്നെ എന്നാണ് എനിക്ക് ഈ കളി കണ്ടിട്ടും തോന്നിയത്. ഞാൻ എന്റെ മനസ്സിൽ കരുതിയത് ചിലപ്പോൾ ഈ പറയുന്ന T20യിൽ നിന്ന് എടുത്തെറിഞ്ഞത് കൊണ്ട് എന്താണ് യവൻ വീണ്ടും ഇതിൽ നല്ല ആക്രമണത്തോട് കളിക്കും. നീയൊക്കെ എന്റെ അടുത്ത് എറിഞ്ഞ കണ്ടോടാ, എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയാം എന്ന് കാണിച്ചു തരും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ കൊട്ടി കൊട്ടി തന്നെയാണ് കളിച്ചത്. ക്യാപ്റ്റനും കൂടിയാണല്ലോ. ശരി, അങ്ങനെ പോട്ടെ. അങ്ങനെ ഫസ്റ്റ് വിക്കറ്റ് 39 റൺസിനാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് പോയത്. അതിനുശേഷം വന്ന വിരാട് കോഹ്ലി. സൂപ്പറായിട്ടാണ് വിരാട് കോഹ്ലി കളിച്ചത്. നല്ല ടച്ച് ആയിക്കോട്ടെ, മറ്റേതൊക്കെ നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. 4 ആയാലും 6 ആയാലും അടിച്ച ഒരു 6ഉം 8 4 നല്ല ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ആയി പോയി. എന്ത് ചെയ്തു, ആ ഒരു സെഞ്ചുറിയിലേക്ക് കടക്കാൻ സാധിച്ചില്ല. വളരെ വളരെ നമുക്ക് ദുഃഖം തോന്നി എന്നുള്ളതാണ്. ഗില്ലിന്റെ കേസ് പറയുകയാണെങ്കിൽ 71 ബോൾ നേരിട്ട് കൊണ്ട് 56 റൺസ് അടിച്ചു, 2 സിക്സുകളും 3 ഫോറും അടിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യറിന്റെ തിരിച്ചു വരവ് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. ശ്രേയസ് അയ്യർ എല്ലാത്തപ്പോഴും പോലെ തന്നെ 47 ബോൾ നേരിട്ട് കൊണ്ട് 49 റൺസ്, 1 സിക്സും 4 ഫോറും കളിച്ചു. അളിയൻ നല്ല സൂപ്പർ കളിയായിരുന്നു കേട്ടോ. ജഡേജ അതിനുശേഷം വന്ന ജഡേജ
വരണതും കണ്ട് പോണതും കണ്ടു, ഇത്രയും തന്നെ. ഹർഷിത് റാണ വന്ന് ലാസ്റ്റ് വന്ന് 23 ബോളുകൾ 29 റൺസ് അടിച്ച് 2 4 ഒരു 6 ഒക്കെ അടിച്ചു. വാഷിംഗ്ടൺ സുന്ദർ എന്തോ എനിക്കൊരു പിടുത്തമില്ല. ഫസ്റ്റ് വിക്കറ്റ് പോയത് 39-നാണ്. രണ്ടാമത്തെ വിക്കറ്റ് പോയത് 157 റൺസ് എടുക്കുമ്പോഴാണ് രണ്ടാമത്തെ വിക്കറ്റ് പോയത്. ആലോചിക്കണം, രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നു. അതിനുശേഷം ശ്രേയസ് അയ്യറും ഈ പറയുന്ന വിരാട് കോഹ്ലിയും കൂടി നിന്ന് ബാറ്റ് ചെയ്തു. മൂന്നാമത്തെ വിക്കറ്റ് പോയത് 234 റൺസിലാണ് മൂന്നാമത്തെ വിക്കറ്റ് പോകുന്നത്. മനസ്സിലായോ? 234 റൺസിലാണ് പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഏതാണ്ട് 60-68 റൺസ് അതേ വേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം 244 234 3 239 4 ജഡേജ വന്നതാ പോണ്. അടുത്ത 242 5 ശ്രേയസ് അയ്യർ, അതൊരു ലൂസ് ഷോട്ട് ആയിരുന്നു ശ്രേയസ് അയ്യറിന്റെ. പിന്നെ 279 ഹർഷിത് റാണ. ഇങ്ങനെയായിരുന്നു വിക്കറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പൂ പോലെ പുഷ്പം പോലെ പാട്ടുപാടി ജയിക്കാനുള്ള ഈ പറയുന്ന ഈ കളിയെ യവമാർ കൊണ്ട് ടൈറ്റ് ആക്കി എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഇന്ത്യക്ക് സ്ഥിരം ഉള്ളതാണ്. പിന്നെ അവസാനം എന്തായാലും നമ്മളെ KL രാഹുൽ തൊട്ടേക്ക് മറ്റേ ഹർഷിത് റാണയെ കൊണ്ടേ കാണിപ്പിച്ചു, നീ അടിയിടാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് ലാസ്റ്റ് ഓവറിൽ പിന്നെ അവസാന ഓവറിലേക്ക് പോവാതിരിക്കാനുള്ള സംഭവമൊക്കെ ചെയ്തു. മനസ്സിലായോ? അവസാന ഓവറിൽ എന്ത് ചെയ്തു? ലാസ്റ്റ് 3 ഓവറിൽ ഒരു 2 4 തുടർച്ചയായിട്ട് അവസാനം 6 അടിച്ചാണ് കളി ജയിച്ചത്. ഒരു റൺസ് വേണ്ടി ഇരുന്നപ്പോൾ 6 അടിച്ച് കളി ജയിപ്പിച്ചു എന്നുള്ളതാണ്. അവന്മാരെ ബൗളിംഗ് നോക്കി കഴിഞ്ഞാൽ മറ്റേ കെ ജാംസൺ അതൊക്കെ തന്നെ 4 വിക്കറ്റ്. മനസ്സിലായോ? ജെയിംസൺ 4 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നെ ബാക്കി എല്ലാവരും പിന്നെ ഓരോ വിക്കറ്റ്. മറ്റേ അശോക് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള, എനിക്ക് തമിഴ്നാട്ടിലുള്ളവൻ തന്നെ, അവർക്ക് ഒരു സ്പിന്നർ, പുതിയ സ്പിന്നറാണ്, അവന്റെ 3ാമത്തെ കളിയന്ത്രമാണിത്. അവനൊരു വിക്കറ്റ് ഇട്ടു. അവന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, അവന് 55. അവനൊരു വിക്കറ്റ്. ക്ലാർക്കിനും ഒരു വിക്കറ്റ്. ഇതായിരുന്നു സംഭവം. അപ്പൊ എന്തായാലും 3 കളിയിലുള്ള സംഭവത്തിൽ പിന്നെ മാച്ചിൽ ഇന്ത്യ ഇപ്പോ 1-0 എന്നുള്ള രീതിയിൽ ലീഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ ഇന്നത്തെ കളി ഇന്ത്യ ജയിച്ചു എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരു വലിയൊരു സങ്കടം മറ്റൊന്നുമല്ല. ഈ പറയുന്ന കോഹ്ലിയുടെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. എനിക്കൊന്ന് തുടർച്ചയായിട്ടുള്ള സെഞ്ചുറി ആണെന്നല്ലേ, കഴിഞ്ഞ അവസാനം വലിയ സെഞ്ചുറി അടിച്ചു എന്നാണ് എന്റെ ഓർമ്മ. തുടർച്ചയായിട്ടുള്ള സെഞ്ചുറി ആയിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, അൺഫോർച്ചുനേറ്റ്ലി അവന്റെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അവസാനം ഉണ്ടാകുന്ന ഒരു കൂട്ടത്തകർച്ചയുണ്ടല്ലോ, അത് ഈ വട്ടവും പ്രതീക്ഷിച്ചു. പിന്നെ ഇപ്പോഴും നമ്മുടെ ഈ വാഷിംഗ്ടൺ സുന്ദർ എനിക്ക് വലിയ പിടുത്തമില്ലാത്ത ഒരു ബാറ്റ്സ്മാനാണ്. അവൻ എന്തിനാണ് തെറ്റിക്കണമെന്നും എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ശ്രേയസ് അയ്യറിന്റെ മടങ്ങി വരവ് അല്ലേ. ശ്രേയസ് അയ്യറിന്റെ മടങ്ങി വരവ് എന്തുകൊണ്ടും ഈ പറയുന്ന നമ്മുടെ ടീമിന് ഒരു മുതൽക്കൂട്ടാണ്. അതുമല്ല, T20യിലേക്ക് ശ്രേയസ് അയ്യർ ആണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ കളി ജയിച്ചു. അർമാദിക്കീൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ത്രില്ലായിട്ടെന്ന് കാണാൻ പറ്റിയ ഒരു മാച്ചാണെന്ന് എനിക്ക് വലിയ ത്രില്ലും കാര്യങ്ങളും തോന്നില്ല. കാരണം തുടക്കമുള്ള അടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ത്രില്ലില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇങ്ങനെ നടന്നു, പക്ഷെ എനിക്ക് അങ്ങനെ വലിയൊരു ത്രില്ലില്ലാത്ത പോലെയാണ് ഞാൻ ഈ കളി കണ്ടുകൊടുക്കുന്നത്. എന്തായാലും ഇന്ത്യ ജയിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.